രാജ്യത്താകെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. ഇന്നലെ രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 21 ദിവസത്തെ ലോക്ക്ഡൌൺ ഏപ്രിൽ 14 വരെയാണ്. പടച്ചോനെ 6 വീഴല്ലേ. ഒന്ന് തന്നേടി. ആ ലൂഡോ ഒക്കെ ഇപ്പോൾ ഓഫ്ലൈൻ ആക്കിയോ? ഞാനുണ്ട്. ഒന്ന് പോയടന്ന് കുറേ നേരം തുടങ്ങിയിട്ട്. എടാ എന്താടാ, ഞാനും കളിക്കട്ടെ. എടാ ഞങ്ങളിപ്പോൾ ഒന്നാമത് 4 പേര് കളിച്ചോണ്ടിരിക്കുക. നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്. എടാ കീർത്തി ഇവിടെ ഫോൺ നോക്കിയിരിക്കണ, ഞാൻ കളിക്കാം. മാറി. എടാ ഇത് കണ്ടോ, നല്ല രസമല്ലേ? എനിക്ക് ഇങ്ങനെ എടുത്തു തരുമോ? ദേ നന്നായിട്ടില്ലേ, പ്ലീസ്. എടാ നോക്കിയടാ, ടിക്ടോക്കടാ. എനിക്ക് സാധനം ടിക്ടോക്കല്ലടാ, റീൽസ്. ആ എന്താണെങ്കിലും ശരി. കൊച്ചുകൊള്ളാട്ടാ. ആണാ മീനാക്ഷി എടാ നീ കളിക്കണല്ലേ? നിങ്ങൾ തന്നെ കളിച്ചോ. I saw your Instagram reels. It's really good and you look gorgeous and I really seem to like it. കൊറോണ ആയിട്ടുള്ള ആദ്യത്തെ അടി. ഇത് പൊളിക്കും. സാധനം വരൂലേ? സാധനം വരാതെ എവിടെ പോകാനാണ്? എന്താണ് നീ കിടന്ന് ടെൻഷൻ അടിക്കണേ? ടെൻഷനൊന്നുമില്ല, സാധനം വരുമെന്ന് എനിക്കറിയാം കേട്ടാ. ഏത് ഫ്ലാറ്റ് ആയാലും എല്ലായിടത്തും കാണും ഇതുപോലത്തെ ഒരു സ്പോട്ട് അല്ലേ? ആ പറഞ്ഞു കേട്ടാ. ഇതാണ് നമ്മുടെ കൗട്ട സ്പോട്ട്. കൗട്ട സ്പോട്ട്. പിന്നല്ല. എന്താണ്ട് ഇത്? നീ അങ്ങനെ പറയല്ലേ, വലിക്കണവർക്ക് കൊറോണ വരൂല. എടാ നീ അങ്ങോട്ട് ഇരുത്തി വലിച്ചേ. സാധകൻ സീൻ ഇരുത്തിയേ. ലത് എവിടെ സാധനം? എവിടെ? എന്താണിത്? ലോക്കൽ സാധനം. സാധനം വെക്ക്. ഓ സാനിറ്റൈസർ. ഒഴി. Cheers. Hey, thanks. Are you still that Benton guy? മീനാക്ഷിക്ക് ഇപ്പോഴെന്നെ ഓർമ്മയുണ്ടോ?
ബെൻറ്റൻ വാച്ച് കിട്ടി 4th സ്റ്റാൻഡേർഡിൽ ഷോ ഓഫ് കാണിച്ച സുധീനെ എനിക്കെങ്ങനെ മറക്കാൻ പറ്റുമോ? ആണോ? മീനാക്ഷിയുടെ മുഖമൊക്കെ ആകെ മാറിപ്പോയല്ലോ. 15 വർഷമായില്ലേ, പക്ഷെ ഇയാൾക്ക് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. ഉം, ഉം, ഉം. ബൈ ദ വേ, ആ ലാസ്റ്റ് ബസ്സിൽ കൂടെ ഉള്ളത് ബോയ് ഫ്രണ്ട് ആണോ? ആക്ച്വലി സുധി എൻ്റെ ഡൽഹിയിലുള്ളൊരു കസിൻ ക്യാരിങ് ആയിരുന്നു. മുപ്പത്തിക്ക് ഇന്നായിരുന്നു ഡെലിവറി. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നൈറ്റ് നിന്നത്. താങ്ക് ഗോഡ് ഇറ്റ്സ് എ ബേബി ബോയ്. ഞാനത് എല്ലാവരോടും പോയി പറഞ്ഞിട്ട് വട്ടെ. ബൈ. എറിയട മോനെ. നിങ്ങൾക്ക് എന്നിട്ട് മര്യാദയ്ക്ക് ഷട്ടിൽ കളിച്ചൂടെ? ഇത് എന്തെന്നത്? ക്രിക്കറ്റ് നമ്മുടെ ദേശീയ ഗെയിമാണ്, കളിയാക്കണ നീ. എടാ അത് ക്രിക്കറ്റ് അല്ലടാ, ഹോക്കി. രണ്ടും ഒന്നല്ലേ? നീ എറിയടാ, ആർക്കെറി 6. ഡാ, ഞാനൊന്ന് ലീവാണ് ട്ടാ. അതിന് ഞാനെന്ത് ചെയ്യണം? അതല്ലടാ, 3 to 4 ക്ലൈം മീറ്റിങ്ങുകളാണ്. ഞാൻ ഫ്രീ ആയിരിക്കില്ല. അപ്പൊ നീ ലീവാന്നല്ലേ പറഞ്ഞേ? അമേരിക്കയിലൊക്കെ എന്ത് ലീവ്? 3 to 4 ക്ലൈം മീറ്റിംഗ് ആണ് അവിടെ. ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്. നീ പോ. ഡാ വാടാ. ഹലോ സുധി, എന്താ വിളിക്കാൻ പറഞ്ഞേ? എന്താ 3 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരുന്നത്? അയ്യോ സുധി, അതെനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. മീനു എന്ത് പഠിക്കാന്നാ പറഞ്ഞേ? MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓ, എൻ്റെ സുധി, ഇതൂടെ കൂട്ടിയിട്ട് 4ാമത്തെ പ്രാവശ്യം എന്നോട് ചോദിക്കണേ എന്താ പഠിക്കണേന്ന്. ആണോ? സുധി ഇന്നലെ കുറച്ച് ഓഫായിരുന്നു അല്ലേ? ഇല്ല മീനാക്ഷി, അങ്ങനെയൊന്നുമില്ല. 2 പെഗ് അത്രേ ഉള്ളൂ. അപ്പൊ സുധിക്ക് തീരെ കപ്പാസിറ്റി ഇല്ലല്ലോ. എല്ലാം വളരെ സ്ട്രേഞ്ച് ആയി തോന്നുന്നല്ലേ? മീനാക്ഷിയുടെ വീഡിയോ ഞാൻ കാണാം. 15 വർഷം മുമ്പുള്ള എൻ്റെ ഫ്രണ്ടാണ് മനസ്സിലാക്കുക. നമ്മൾ സംസാരിക്കുക. പഴയ ഫ്രണ്ട്സ്, സ്കൂൾ എല്ലാം ഒരു നൊസ്റ്റാൾജി അല്ലേ സുധി? ഞാനൊരു കാര്യം പറയട്ടെ, സുധി ഇപ്പോഴും പഴയ 4th സ്റ്റാൻഡേർഡ് ഇന്നസെന്റ് ബോയ് ആണ്. അത്രയ്ക്ക് ഇന്നസെന്റ് ഒന്നുമില്ല. സത്യം പറ സുധി, സുധിക്ക് അത്ര ഗേൾസ് ഒന്നും ഫ്രണ്ട്സ് ആയിട്ട് ഇല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ. കണ്ടോ, ഇത്ര നാളായിട്ട് വെറും 2 ഫ്രണ്ട്സേ ഉള്ളു ഗേൾസ് ആയിട്ട്. എനിക്കൊക്കെ ഇഷ്ടം പോലെ ബോയ്സ് ഉണ്ടല്ലോ ഫ്രണ്ട്സ് ആയിട്ട്. ആണോ? വേറെന്താ? ലോക്ക്ഡൗൺ ഒക്കെ എങ്ങനെ പോണു? ലോക്ക്ഡൗൺ ആയിട്ട് ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. പിന്നെ സുധി ഭയങ്കര ഷൈ ക്യാരക്ടർ ആണല്ലേ? അതൊക്കെ പോട്ടെ, സുധി എന്തിനാ എന്നോട് വിളിക്കാൻ പറഞ്ഞേ? അത് പിന്നെ മീനു, ഇന്നലെ റിലേഷൻഷിപ്പിനെ പറ്റി ചോദിച്ചൊക്കെ എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. അതാ ഞാൻ പിന്നെ ഒന്ന് വിളിച്ചേ. സാധാരണ ബോയ്സ് ഒക്കെ ഡാൻസ് ഇഷ്ടമായി, വീഡിയോ ഇഷ്ടമായി എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യം സുധി എന്നോട് കുറച്ച് ലേറ്റ് ആയിട്ട് ചോദിച്ചു. പിന്നെ സുധി എൻ്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ആണല്ലോ. അല്ല പിന്നെ പറയാൻ മാത്രം ലൈഫിൽ വലിയ ചേഞ്ചസ് വന്നിട്ടുമില്ല. സുധി പറ, സുധിയുടെ 4th കഴിഞ്ഞിട്ടുള്ള ലൈഫിൽ വന്ന മാറ്റങ്ങളൊക്കെ പറ്റിയിട്ട്. അതൊക്കെ പറയണോ? അത് മൊത്തം കോമഡിയാണ്. ഓ അങ്ങനെയാണോ? ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, എന്തെങ്കിലും കേട്ട് ചിരിക്കട്ടെ. താനെന്തായാലും പറ. മീനാക്ഷിക്ക് അറിയാലോ, 4th സ്റ്റാൻഡേർഡ് വരെ നമ്മളെല്ലാവരും ഒന്നിച്ച് തലശ്ശേരിയിലല്ലേ പഠിച്ചത്. അതിനുശേഷം എൻ്റെ അച്ഛനൊരു ട്രാൻസ്ഫർ കിട്ടി. അച്ഛൻ ഭയങ്കര സ്റ്റഡി ഓറിയൻറ്റഡ് ആയിരുന്നു. 7ാം ക്ലാസ്സിൽ തന്നെ IIT ഫൗണ്ടേഷനിൽ കൊണ്ട് ചേർത്തു. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്, സാറ്റർഡേ സൺഡേ എൻട്രൻസ്. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചപ്പോൾ സത്യമായിട്ടും വിചാരിച്ചു കുറച്ച് സമ്മാനം കിട്ടുന്നു. എവിടെ? 11th 12th തന്നെ തൃശ്ശൂർ എൻട്രൻസ് ജയിലിൽ കൊണ്ടിട്ടു. അവിടെയാണെങ്കിൽ അടിച്ചോടിപ്പിക്കും. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി.
ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മനുഷ്യൻ്റെ അടുത്ത് പോലും സംസാരിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. +2 കഴിഞ്ഞാൽ പിന്നെ IIT ഖരഗ്പൂരിൽ അഡ്മിഷൻ കിട്ടി. ബാക്കി ഞാൻ പറയാം. അവിടെ പിന്നെ കുറേ അധികം ബ്രില്യൻ സ്റ്റുഡൻസ് സുധീനെ പോലെ. ഹേ, അങ്ങനെയൊന്നുമല്ല. കോളേജിലെ പിള്ളേരൊക്കെ നല്ല അടിപൊളിയാണ് മീനു. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുക, ടോപ്പറാവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലേ കയറി ഒരു സ്റ്റീരിയോ ടിപ്പിക്കൽ പഠിപ്പിസ്റ്റായി പോയിന്നേ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ റിട്ടയറായി. ഞാനാണെങ്കിൽ കൊച്ചിക്ക് വന്ന് ഈ ഫ്ലാറ്റ് കൊടുത്തു. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ച് അലവില്ലാതെ കൂട്ടുകാരെ കിട്ടിയത്. ചേട്ടായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഔട്ടാണ്. ആ ബാറ്റിംഗ് എന്റെ ബാറ്റാണ്. നീ ബോൾ ചെയ്തേ. ഔട്ടായതല്ലേ, നീ മാറിക്കോ. നിന്റെ ബാറ്റിംഗ് ഒക്കെ മതി. ഇനി നീ പോയി ബോൾ ചെയ്യ്. എൻ്റെ കാര്യമൊക്കെ പറയിപ്പിച്ചില്ലേ? ഇനി മീനു പറ, എന്താ പ്രേമിക്കാത്ത? സുധിയുടെ സ്റ്റോറി കോമഡി ആണെങ്കിൽ എൻ്റെ സ്റ്റോറി ഭയങ്കര ഷോക്കാണ്. അതൊന്നും കുഴപ്പമില്ല, മീനു പറ. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആള് ഭയങ്കര ടോക്സിക് ആയിരുന്നു. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും ചേച്ചീനോട് പറഞ്ഞതാ വേണ്ടാന്ന്. പക്ഷെ ചേച്ചിക്ക് ആളെ വിടാനും പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ആളെന്നെ പറഞ്ഞു ചേച്ചിനെ വേണ്ടാന്ന്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരുന്നു ചേച്ചി സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചത്. അങ്ങനെ ചേച്ചിയുടെ ഒരു കാല് അങ്ങനെ ഡിസേബിളായി. ഹലോ മീനു. പിന്നെ ഗണേശേട്ടൻ വന്നപ്പോഴാണ് എല്ലാം ഒന്ന് ശരിയായത്. ആരാണ് ഈ ഗണേശേട്ടൻ? സ്വാതിയുടെ പേരെങ്ങനെയായിരുന്നു? സുധി, ഞാൻ പിന്നെ വിളിക്കാം. ഇതെന്തത്? എടാ ഇവൻ എന്താണ് ഈ കാണിക്കണേ? ഇവൻ സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, പക്ഷെ നടക്കാതെ പോയ ഒരു ചെറിയ ആഗ്രഹം. അത് ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എൻ്റെ സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടെ കൂർഗിൽ ടൂർ പോയി. അന്ന് അവർ അവിടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തായിരുന്നു. എൻ്റെ അച്ഛൻ 2 മാസം കഴിഞ്ഞ് എക്സാം ആണെന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിട്ടില്ല. എൻ്റെ സാർമാരും ഫ്രണ്ട്സും എല്ലാവരും വിളിച്ച് പറഞ്ഞു നോക്കി, ഒന്നും നടന്നില്ല. ഞാൻ മാത്രം സ്ഥലം കണ്ടിട്ടില്ല. അങ്ങോട്ടൊരു റൈഡ്, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സുധി, ഇതൊക്കെ ചെറിയ ആഗ്രഹമല്ലേ? അതൊക്കെ വിട്. മീനോട് ആഗ്രഹം എന്താ?
എനിക്ക് ഒരു നോവൽ എഴുതണം എന്നൊക്കെയാണ്. നടക്കുമെന്നറിയില്ല. എങ്ങോട്ടാണ് കൊണ്ടുപോണേ? കൊറോണയാണ്, വീട്ടിലിരിക്കണം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നിനക്ക് മീനുവിന് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്നറിയോ? എനിക്കെങ്ങനെ അറിയാനോ? അവൾക്ക് തേൻമിഠായി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. എന്ത് പൈങ്കിലാടോ താൻ? എന്താടോ ഫുൾ ടൈം തന്നെ കലിപ്പിനെ പോലെ കലിപ്പും കാണിച്ചു നടക്കാൻ പറ്റില്ലല്ലോ. വല്ലപ്പോഴൊക്കെ കുറച്ച് പൈങ്കിളി നല്ലതാണ്. ഒന്ന് പോയേ. ചേട്ടാ തേൻമിഠായി ഉണ്ടോ? ആ ഉണ്ടല്ലോ. ആ പെട്ടി മൊത്തത്തേക്ക്. ഓ അതെ മീനു, എത്ര പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ തേൻമിഠായി അയച്ചുകൊണ്ടിരുന്ന പോലെ ഷുഗർ ഒന്ന് ചാവൂന്ന്. ഇവിടെ ഒരാള് നമ്മളെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ടെറസിന്റെ മുകളിൽ പോയി സിഗരറ്റ് വലിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താലും മരിക്കും. അതെ മീനു, ഇങ്ങനെ വാക്കുകൊണ്ട് ഭർത്താവിനെ പീഡിപ്പിച്ചു കഴിഞ്ഞാലേ മുംബൈക്ക് ഒറ്റയ്ക്ക് പറക്കൂന്ന് പറഞ്ഞു കൊടുത്തേക്കട്ടെ. നിങ്ങള് പോ മനുഷ്യ. ഏട്ടാ, ഏട്ടനില്ലേ കോർഗിലുള്ള ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ടുണ്ടോ? സ്കൂളിൽ പഠിച്ചപ്പോ എന്തോ പോയതാ. സുധിയില്ലേ, സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? എന്താ? അവിടേക്കൊരു ബൈക്കിലൊരു റൈഡ് പോകണമെന്നാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സുധി എന്താ ബൈക്കറാ? അതൊന്നും എനിക്കറിയില്ല, പക്ഷേ അവിടേക്ക് വേണ്ട, പക്ഷെ അവിടേക്ക് ഒരു റൈഡ് പോണം എന്നുള്ളതാണ്. അടിപൊളി. ചേട്ടനില്ലേ അവസാനമായിട്ട് എവിടെയാ ഒരു റൈഡൊക്കെ പോയേ? റൈഡ് അതെനിക്കറിയില്ല അല്ലേ. ഒരു ദിവസം എൻഗേജ്മെന്റ് ഒക്കെ നിൽക്കായിരുന്നു. ചേച്ചി എന്നെ വിളിച്ചിട്ട് എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അങ്കമാലിന്റെ ബൈക്ക് എടുത്ത് നേരെ തലശ്ശേരിക്ക് ഒരു റൈഡ്. ദാറ്റ് വാസ് ദ ലാസ്റ്റ് റൈഡ്. നിങ്ങള് ഫുള്ള് വൈബാണല്ലേ? ये वाइब वाला सफर यहाँ कदर नहीं होगा. നീ ആ കീർത്തിനെ കേട്ടോ? എന്താ സംശയം? കണ്ടാ മതി. എടാ എന്താടാ അവൻ്റെ? എന്താടത് രത്നോ? എവിടെ നിന്നാണ് ഇവന്? അത് പിന്നെ നമ്മൾ ഇനി തൊട്ട് സിഗരറ്റ് വലിക്കുന്നില്ല. അതെന്നാ? മീനുവിന് സിഗരറ്റ് വലിക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങളെന്തിനു വലിക്കാണ്ടിരിക്കണം? നിങ്ങൾ വലിച്ച എനിക്ക് ടെംപ്റ്റേഷൻ ആവില്ലേ, അതുകൊണ്ട് നമ്മൾ ആരും വലിക്കുന്നില്ല. അതൊന്നും പറ്റുമൊന്നുമില്ല, ഞങ്ങൾക്ക് എന്തായാലും വലിക്കണം, ഞങ്ങൾ വലിക്കുകയും ചെയ്യും. ഉറപ്പാണല്ലോ? ആ ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ടുള്ള കുപ്പിയുടെ കാശ് ഞാൻ തരില്ല കേട്ടോ. പിന്നെ മീനു വെള്ളം അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട്. അയ്യോ ഒരു കോൾ വരുന്നു. ഓ ഹായ് മീനു. എടാ എനിക്ക് അടി നമ്മൾ ചൊറിഞ്ഞു തന്നിട്ടാ. ആ എടാ നീ ഒന്ന് കൂളാവടാ. 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ മാറും. ബിവറേജിൽ പോയിട്ട് നമുക്ക് നല്ല ക്യൂ നിന്ന് സാധനം വാങ്ങിക്കാം. അതല്ലേ പവർ. എന്നാ പിന്നെ അത്ര തന്നെ, വേറൊന്നുമില്ല.
എടാ സീൻ എന്താടാ? ആ എടാ ഇരിക്കടാ ഇല്ലേ. ഞാൻ ഇരുന്നോളാം, നീ പറഞ്ഞേ. ആ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മീനുവിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. അതിനൊക്കെ നേരത്തെ മനസ്സിലായതാണ്. ഇത് പറയാനാണ് നീ വിളിച്ചത്? എടാ നിങ്ങളെപ്പോലെയല്ല, എനിക്കിതൊക്കെ ആദ്യമായിട്ടാണ്. ഞാൻ അവളെ വിളിച്ച കാര്യം പറയട്ടെ. എടാ ഇതൊന്ന് ഫോണിൽ കൂടെ പറയണ്ടല്ല, നീ നേരിട്ട് പോയി സംസാരിക്കണം. ഓ, അപ്പം നിന്റെ കലിപ്പിന് എങ്ങനെയാ പറഞ്ഞത്? ഡാടാ അത് നീ പറയണ്ടോ. എടാ ലോക്ക്ഡൗൺ ഒക്കെ ഇപ്പം മാറും, നീ നേരിട്ട് പോയി പറ. ആ ശരി അമ്മ, അച്ഛനോടും പറഞ്ഞേക്ക്. ഇന്നലെ രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ദേ മീനു, ചെയ്താണ് നിന്റെ റീൽസുകൾ കുറച്ച് കൂടുണ്ട് കേട്ടോ. ഡൽഹിയിലുള്ള അച്ഛനും അമ്മയും വരെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അത് ക്ലിക്ക് ആവുന്നു. 15,000 കോടിയുടെ പാക്കേജ് കൂടി പ്രഖ്യാപിച്ചു. കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ സാമൂഹ്യ അകലം മാത്രമാണ് മരുന്ന് എന്ന് പറഞ്ഞ മോദി വീടുകളിൽ എന്തേ അച്ഛനും അമ്മയ്ക്ക് സുഖാണോ? കൈകൂപ്പി സുഖം എന്നെ കൊണ്ടൊന്നും പറപ്പിക്കരുത് കേട്ടോ. ആ വയനാട്ടിലെ റിസോർട്ട് പോയി നോക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായി? കൊറോണയൊക്കെ അല്ലേ, അതൊക്കെ നോക്കാന്ന്. നോക്കിയാ മതി. നീ മീനു നമുക്ക് പോയി നോക്കാട്ടോ. അതെ, മീനുവിനൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെയാന്നാ പറഞ്ഞേ. നമ്മുടെ അല്ല, നിങ്ങളുടെ. ഓ, ചേച്ചീനോട് എത്രാമത്തെ വട്ടാ ഞാൻ ഈ പറയണേ? എനിക്കിപ്പോൾ കല്യാണാലോചന ഒന്നും വേണ്ട. എനിക്കുള്ള ആളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതെ ആ പറഞ്ഞ കണ്ടിട്ടാ. ഏട്ടനും അനിയത്തി എന്താന്ന് വെച്ചാൽ കാണിക്ക്. ഏട്ടാ, ഓ നമ്മുടെ സുധി ഇല്ലേ? എന്താണ് നിങ്ങൾ ഇന്നലെ ചേച്ചി നമ്മുടെ നിങ്ങളുടെ പറഞ്ഞോണ്ടിരിക്കണേ? ആ സുധി ഇല്ലേ? ആ സുധി. അവന് നല്ല ജോബൊക്കെ ഉണ്ട്, ആ പിന്നെ നല്ല ക്യാരക്ടറും ആണ്. ആ മനസ്സിലായി ബസ് എങ്ങോട്ടാ പോണേന്ന്. പക്ഷെ മീനു ഞാൻ ഒരു കാര്യം പറയട്ടെ, സുധി നല്ലൊരു ചെക്കനൊക്കെ ആയിരിക്കാം. പക്ഷെ മീനുവിനെ അറിയാലോ എൻ്റെയും മീനുയുടെ ചേച്ചിയുടെ ലൈഫിലൊക്കെ ഉണ്ടായിട്ടുള്ള. മതി മതി മതി, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. മീനു, ഞാൻ മീനുവിനെ ഒഫൻ ചെയ്ത് സംസാരിച്ചല്ല. ആദ്യം ഈ IIT എഞ്ചിനീയറിനെ ഈ കേരള എഞ്ചിനീയർ ഒന്ന് കാണട്ടെ. പിന്നെ മീനു ഈ കാര്യം സുധിനോട് പറഞ്ഞു. അടിപൊളി. സുധി ഈ കാര്യം മീനുവിനോട് പറഞ്ഞു. പിന്നെ ഈ കാര്യം ചേച്ചിയോട് പറയാൻ നിൽക്കണ്ട, ഈ വീട് മറിച്ചിടും. മീനു കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. സുധിയോ? ഓ ഞാൻ കഴിച്ചു. ലോക്ക്ഡൗൺ ഒക്കെ ഇപ്പൊ മാറുമായിരിക്കുമല്ലേ? മാറുമായിരിക്കും. അപ്പൊ സുധി നമ്മളെപ്പോഴാ കാണാ? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്, നമ്മളെപ്പോഴാണ് കാണാം. ഞാനൊരു ഐഡിയ പറയട്ടെ. മീനുവിനെ അറിയാലോ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കൂർഗിൽ ഗോൾഡൻ ടെമ്പിളിൽ പോകണമെന്നാണ്. ഞാൻ കൂർഗിൽ പോകുമ്പോൾ തലശ്ശേരി വഴി വരട്ടെ, അതാകുമ്പോൾ മീനുവിനെയും കാണാമല്ലോ. തലശ്ശേരി വഴി വരണ്ട, പക്ഷേ വയനാട്ടിൽ നമുക്കൊരു റിസോർട്ട് ഉണ്ട്, അങ്ങോട്ട് വായോ. മീനു ഉണ്ടാവും അവിടെ? ഞാൻ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പറഞ്ഞു റിസോർട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ ഒന്ന് കയറണം. അല്ല സുധി പറ, സുധി എന്നാ വരണേ? ആഫ്റ്റർ 15 years നമ്മൾ കാണാൻ പോവാ. എക്സൈറ്റഡ്. ഹായ്, നല്ല മണമുള്ള. ഡാ നീ റെഡിയായില്ലേ? 1 സെക്കൻഡാ, ഇപ്പം റെഡിയാ. എടാ അതെ, നിനക്ക് ഒറ്റ പോയാൽ പോരെ? ഞങ്ങളുടെ ചിലവ് കൊടുത്ത് ഞങ്ങളെ കൊണ്ടാ. നിനക്ക് എന്താ പ്രാന്താണാ? എടാ ഒരു പെണ്ണ് വന്നപ്പോൾ ഞാൻ ആരെയും മറന്നിട്ടില്ല. ഈ സുധിക്ക് എല്ലാവരും ഒരുപോലെ. അപ്പം നിന്റെ അച്ഛനെ? ഓ ഹിറ്റ്ലറെ പറ്റി മാത്രമൊന്നും പറയില്ല ഇപ്പോൾ പ്ലീസ്. എടാ അപ്പം നമ്മുടെ പ്ലാൻ എങ്ങനെയാണ്? ഓക്കെ, ഞാൻ അവളെ കാണുന്നു, അവളുമായി സംസാരിക്കുന്നു. നമ്മളെല്ലാവരും പ്ലാൻ ചെയ്ത പോലെ നിങ്ങൾ അവളുടെ മുന്നിലേക്ക് സർപ്രൈസുമായി ചാടി വീഴും. എങ്ങനെയുണ്ട്? നിന്റെ സോഡാ കുപ്പിയോടെ? കോണ്ടാക്ട്സ്. ഇതൊക്കെ വീട്ടിലും ചെയ്തൂടെ? എന്നിട്ട് വേണം ചേച്ചിക്ക് ഡൗട്ട് അടിക്കാൻ. നല്ല ബെസ്റ്റ്.
അപ്പോൾ ഗൈസ് ഞാൻ പോയിക്കോട്ടെ. എടാ ഞാൻ സാധനം ഒന്നും എടുത്ത പുറകേന്ന്. എന്ത് സാധനമാണ്? നീ ഇത് അവൾക്ക് കൊടുക്കണം. ബൊക്കെയാ? ഇതൊക്കെ കുറച്ച് ഭയങ്കരല്ലേ? ഓ, ഒരു പൈങ്കിളിയല്ലാത്ത ആള്. ഒന്ന് പോടാ. എടാ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ ഫ്ലവേഴ്സ് കൊടുക്കണതിന് പ്രശ്നമൊന്നുമില്ല. അതൊരു നല്ല മൂഡ് സെറ്റ് ചെയ്യും. എന്നാ കൊടുത്തേക്കല്ലേ? എന്നാ ശരി, വിഷ്മിലക്ക്. ആടാ നീ പൊളിക്ക്. ഓൾ ദ ബെസ്റ്റ്. ഡാ, നിനക്ക് പ്രാന്താണോ ഇവിടം വരെ വണ്ടി ഓടിച്ചോണ്ട് നടന്നു പോവാൻ? നീ വണ്ടിയായിട്ട് പോവും. എന്നാ വണ്ടി എടുത്ത് പോവാം. അപ്പം നിങ്ങളോ? ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോളാം. അപ്പം അങ്ങനെ അവനും സെറ്റായി. കട്ടൻ ചായ സിക്ക്. എന്താ കോമ്പിനേഷൻ? ചേച്ചി അറിയണ്ട. അതെ, തന്നെ സുധി എപ്പോഴാ വരാ? ഇപ്പൊ വരും. യെസ് യാത്ര ബ്രോ, നല്ലായിരുന്നു. അതെ, നിന്റെ അമ്മയ്ക്ക് കോവിഡ് ആന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അത് മാറി 2 ആഴ്ച മുമ്പല്ലേ. കുറച്ച് ദിവസം വീട്ടിലിരുന്നു. എന്തെല്ലാം ഉണ്ടെങ്കിൽ പറയണ്ടാ. ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നല്ല ഫുഡ് എവിടെയാ? ഇപ്പൊ എല്ലാം തുറന്നല്ലോ സാറേ. എന്താ വെച്ചാ പറഞ്ഞാൽ മതി, നമുക്ക് പോയി മേടിക്കാം. എന്താ വേണ്ടേ? അതെല്ലേ. എന്താണ് സുധിയുടെ ഫേവറേറ്റ് ഫുഡ്? അങ്ങനൊന്നുമില്ല. ഓഹോ സാറേ, കുറച്ചായിട്ട് അടച്ചടക്കാനുണ്ട്. ഇവിടെ പണിയൊന്നും നടക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും പൈസ. എൻ്റെ പൊന്നുമോനെ, ഇനി ഇവളോട് ഇവളെ ചേച്ചിയോട് സംസാരിച്ചാൽ അവരാണ് ഓണേഴ്സ്. സാറേ ഞാനെന്നാ പോട്ടെ. എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ ആ ശരി. ഓക്കെ ശരി. ഇവിടെ എല്ലാവരും വിചാരമുണ്ട് ഈ റിസോർട്ടിൽ എനിക്ക് ശ്രീധനം കിട്ടിയതാണ്. കണ്ണൂരാരുടെ ഇപ്പൊ ശ്രീധനം കിട്ടും. അങ്കമാലിലും കിട്ടില്ല. ആക്കെ പോട്ടെ. തൻ്റെ ഈ സുധിയില്ലേ ഇന്നെങ്ങാനും വരൂ? ഞാനിപ്പോ ഒന്ന് വിളിച്ചു നോക്കിട്ട് വരാം. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്ര സുഖമായിരുന്നു. ചേട്ടനപ്പം മുംബൈ എത്തി? 2 ആഴ്ചയായി. ആ ശരി. ചേച്ചി വന്നില്ലേ? വന്നില്ല. ചേട്ടാ മീനു. മീനു എന്തായാലും നമ്മൾ കാണാൻ വേണ്ടി വയനാട് വരെ വരുന്നതല്ലേ. ഞാൻ കൂർഗിൽ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുമ്പോൾ മീനു വരും എൻ്റെ കൂടെ.
അറിഞ്ഞൂടെ ആഗ്രഹം ഒരു നോവൽ എഴുതണം എന്നൊക്കെ അല്ലേ? എന്നാ പിന്നെ നമ്മുടെ കഥ തന്നെ അങ്ങ് നോവലാക്കിക്കൂടെ? സോറി കുറച്ച് ലേറ്റായി. പോസ്റ്റായോ? ഓർഡർ ചെയ്തില്ലേ? നിനക്കെന്ത് പറ്റി? എടാ, നിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താ? നമ്മുടെ സ്വപ്നങ്ങൾ അത് നമ്മുടേത് മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്നവരുടെയും കൂടെയാണ്.